സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. സെപ്റ്റംബർ 8 ഈ ഞായറാഴ്ച ദിവസം നമ്മൾ ഓർക്കുന്നത് തിരുനാളായിട്ട് അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ജന്മദിനം നാം ഓർക്കുകയാണ്. എന്ന് പറയുമ്പോൾ മാനുഷികമായിട്ട് നമുക്ക് നമ്മുടെ അമ്മയുടെ ജന്മദിനം ഓർക്കുന്ന പോലെ ഓർക്കാം. പക്ഷെ അതിലേക്ക് ഉപരിയായിട്ട് മനുഷ്യവർഗത്തെ രക്ഷിക്കാനായി ഭൂമിയിൽ ജനിച്ച ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിന് ജന്മം നൽകിയ അമ്മയുടെ ജന്മദിനം ആത്മീയമായിട്ട് നമുക്ക് അങ്ങനെ ചിന്തിക്കാം. കാരണം നമ്മുടെ ജീവിതത്തിൽ ഇന്നും ആത്മീയമായി നമ്മൾ യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷകനും നാഥനുമായി ഹൃദയത്തിൽ പൂജിച്ചുകൊണ്ട് അവനെ ആരാധിച്ചുകൊണ്ട് നാം തിരുസഭയിൽ മുന്നോട്ട് പോകുമ്പോൾ അവനെ നമുക്ക് ഈ ഭൂമിയിൽ നൽകിയ തൻ്റെ അമ്മയെ പരിശുദ്ധ കന്യ മറിയത്തെ നാം ഓർക്കുകയാണ്. എന്തുമാത്രം ആദരവോടെയാണ്, എന്തുമാത്രം ബഹുമാനത്തോടെയാണ് സ്വർഗം മറിയത്തെ കണ്ടത് എന്ന് ലൂക്കാ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ദൂതനെ അയച്ചു. ദൈവത്തിന്റെ ദൂതനാണ്. ദൈവത്തിന്റെ ദൂത് അറിയിക്കാൻ, ദൈവത്തിന്റെ സ്വരം അല്ലെ ദൈവം പറയുന്നത് പോലെ തന്നെ പറയുവാനായിട്ടാണ് ദൈവം ദൂതനെ അയച്ചത്. പ്രവാചകന്മാര് പലതും പറഞ്ഞിട്ടുണ്ട്, ചിലരൊക്കെ തെറ്റിപ്പോയവരുമുണ്ട്. എനിക്ക് മുമ്പേ വന്നു വരാൻ കള്ളന്മാരാണെന്ന് ഈശോ പ്രവാചകരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ അവർ പ്രവചിച്ചു, പക്ഷെ അവരുടെയൊക്കെ ജീവിതത്തിൽ പൂർണ്ണമായും, എല്ലാവരുടെയും അല്ല, ചിലരുടെയൊക്കെ ജീവിതത്തിൽ ദൈവഹിതം നിറവേറാൻ പറ്റാതെ പോയവരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദൈവം പ്രവാചകനിലൂടെയല്ല, ഒരു ദൂതനെ തന്നെയാണ് ദൈവം ഇതിനു വേണ്ടി അയച്ചത്. മറിയത്തിന്റെ അടുത്തേക്ക് ഒരു ദൂതൻ തന്നെ, ഗബ്രിയേൽ മാലാഖ തന്നെ വന്നുകൊണ്ട്, നമ്മളിങ്ങനെയാണ് വായിക്കുക ലൂക്ക 1:26 6 മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്തു വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ. ശ്രദ്ധിക്കുന്ന വാക്കാണ്, ദൈവകൃപ ഉള്ളവളെ എന്നല്ല പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ. മറിയത്തിൽ ദൈവകൃപ മാത്രമേ ഉള്ളൂ. പാപമില്ല, അശുദ്ധിയില്ല, സാത്താന്റെ ഒന്നുമില്ല. ദൈവകൃപയാണ്. പൗലോസിനോട് പൂർണ്ണമായും കർത്താവിന്റെ ശിഷ്യനാകുവാൻ, വചനപ്രഘോഷണത്തിന് വേണ്ടി, കർത്താവിന്റെ സാക്ഷിയായി തീരാൻ വേണ്ടി ആഗ്രഹിച്ച പൗലോസിനോട് സഹനത്തിലൂടെ പോകുമ്പോൾ കർത്താവ് പറഞ്ഞു, എന്താ, എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ കൃപ കൊണ്ട് ഞാൻ നിന്നെ നിറയ്ക്കുകയാണ്. ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലെ ജീവിതത്തിലെ തിരുസഭയിലൂടെ ദൈവ കൃപ സ്വീകരിക്കുന്നവരാണ്. നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞ് സഭയിലൂടെ ദൈവകൃപ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ എന്നാണ്. ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എന്നാണ് ഒരു വിശുദ്ധ തിരുസഭ നമുക്ക് നൽകുന്നത്. ദൈവകൃപ തിരുസഭയിലൂടെ. മറിയം ജന്മനാ തന്നെ ദൈവകൃപ നിറഞ്ഞവളെ. അതുകൊണ്ടാണ് ദൂതൻ അതാരും പ്രഖ്യാപിച്ചത്, ദൈവകൃപ നിറഞ്ഞു കവിയുന്നവളെയും നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ദൈവം തന്നെയാണ് നിന്നിൽ പ്രവർത്തിക്കുന്നത്, ദൈവം നിന്നോട് കൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. കാരണം മാനുഷികമായിട്ടൊരു കന്യകയായിട്ട് ജീവിക്കുകയാണ്. അവിടെയാണ് ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു.
ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നീ കൃപയുടെ പൂർണ്ണതയാണെന്ന് ദൈവം നിന്നെ കണ്ടിരിക്കുന്നു. നീ കൃപയുടെ പൂർണ്ണതയാണ്, നിന്നിൽ തിന്മയുടെ യാതൊരു അംശവുമില്ല. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവന് എന്നേക്കും ഭരണം നടത്തും. യാക്കോബ് എന്ന് പറഞ്ഞ നമുക്കറിയാം ഇസ്രായേലാണ്. നമ്മൾ വായിക്കുന്നുണ്ട് ഏശയ്യായിലൊക്കെ, അല്ലെങ്കിൽ യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും. യാക്കോബിനോട് പറഞ്ഞു, ഇനിമേൽ നീ യാക്കോബല്ല, നിന്റെ പേര് ഇസ്രായേൽ എന്നായിരിക്കും, ദൈവജനം എന്നായിരിക്കും. അപ്പോൾ യാക്കോബിന്റെ ഭവനത്തിന്മേൽ യേശുവിനെ കുറിച്ചാണ്. അവനെന്നും ആ ഭരണം നടത്തും. ഇസ്രായേലിന്റെ മേൽ ഇവിടെ ഒരു മേഖലയാണ് നമ്മൾ പലപ്പോഴും ചിന്തിച്ചാണ്. ഇന്നും ഇസ്രായേലിൽ പ്രശ്നങ്ങളും അസ്വസ്ഥതകളും നിൽക്കുന്നതിന്റെ കാരണം ഇസ്രായേലിന്റെ ദൈവജനമാണ്. പക്ഷേ അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, നീ അല്ലേ, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് പറയുന്നത് വരെ നിങ്ങൾ എന്നെ കാണുകയില്ല. എന്തെല്ലാം ചെയ്താലും ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ യഹൂദർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കേണ്ടതല്ലേ. കാരണം ദൈവഹിതം നിറവേറും. എന്നാലും എന്തെല്ലാം കാര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുമ്പോൾ യുദ്ധങ്ങളൊക്കെ എന്തെല്ലാം രീതിയിലാണ്. അപ്പോൾ അവിടെയും എന്താ പറഞ്ഞത്, ഒരിക്കലും ഏറ്റുപറയും, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് പറയുന്നത് വരെ നിങ്ങൾ എന്നെ കാണുകയില്ല. നിങ്ങൾ ഇസ്രായേലാണ്, ദൈവജനമാണ്. പക്ഷേ നിങ്ങൾ യേശുവിനെ കർത്താവായി രക്ഷകനായി യേശുവിനെ ക്രിസ്തുവായി ഏറ്റുപറയുമ്പോഴാണ് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകാൻ പോകുന്നതെന്നാണ് പറഞ്ഞത്. ദൂതൻ മറുപടി, ഇതെങ്ങനെ സംഭവിക്കും? മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്ത് ഒരു പുത്രനെ ഗർഭം ധരിച്ചു. വന്തി എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അപ്പോൾ മറിയം തൻ്റെ ജീവിതം മുഴുവനായി ദൈവത്തിരുമുമ്പിലേക്ക്, ദൈവവചനത്തിൻ്റെ മുമ്പിലേക്ക് അടിയുറച്ചുകൊണ്ട് ലൂക്ക 1:37 പറയാണ്, 38 പറയാണ്, മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, ഒരു വേലക്കാരിയെ പോലെ. ഞാനിങ്ങനെ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. അതായത് ജീവിതത്തിൽ ഉന്നതമായ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, അല്ലേ, വളരെ ഉന്നതമായ വിദ്യാഭ്യാസവും സാമ്പത്തിക ശേഷിയും കുലീന കുടുംബത്തിലൊക്കെ ജനിച്ച ഒരു വ്യക്തി ജീവിത സാഹചര്യങ്ങളിൽ ദരിദ്രയായി മാറി, വീട്ടുവേലയ്ക്ക് പോകുന്നൊരു കാഴ്ച. ഉന്നത വിദ്യാഭ്യാസമുണ്ട്, ഉന്നത കുടുംബത്തിൽ ജനിച്ചതാണ്, എല്ലാം ഉണ്ട്. പക്ഷേ ഒരു വീട്ടിൽ വേലയ്ക്ക് ചെല്ലുമ്പോൾ ആ വീട്ടിലെ യജമാനത്തിന് മുമ്പിൽ അവിടെ ആ യജമാനത്തി പറയുന്നത് കേട്ട് അനുസരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വേലക്കാരിയാണ്. ഒരു വേലക്കാരി എന്ന് പറയാം. കൃപ നിറഞ്ഞവളായ മറിയം ദൈവത്തിന് മുമ്പിൽ തൻ്റെ ജീവിതം ദാസ്യവേല പോലെ അടിയറവയ്ക്കുകയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുമ്പോൾ എനിക്ക് കൃപയുണ്ട്, എന്നാലും നിന്റെ ആജ്ഞ അനുസരിക്കാൻ, നിന്റെ വചനം മാത്രം അനുസരിക്കാൻ, നീ പറയുന്നത് പോലെ മാത്രം പ്രവർത്തിക്കാൻ, ജീവിക്കാൻ ഞാൻ എൻ്റെ ജീവിതം അടിയറവയ്ക്കണം. നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ നമുക്കറിയാം. അങ്ങനെയാണ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ മറിയത്തിൽ ഗർഭം ധരിച്ചു. ഇന്നലെയൊക്കെ ചിന്തിച്ചതുപോലെ മറിയത്തിൽ നിന്നാണ് മാംസവും രക്തവും എടുത്തത്. നമ്മൾ യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് എത്രമാത്രം വാഴ്ത്തി പുകഴ്ത്തി പറയുന്നുണ്ട്. ആ രക്തം മറിയത്തിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ നമ്മൾ അവളെ ബഹുമാനിക്കണ്ടേ? യേശുവാണ് കർത്താവ്, രക്ഷകൻ. പലപ്പോഴും ഞാൻ ഓർപ്പിച്ചിട്ടുണ്ട്, നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് മറിയമല്ല രക്ഷക, സഹരക്ഷക എന്ന് മറിയത്തെ വിളി. കാരണം എന്താ? രക്ഷാകര ദൗത്യം പൂർത്തിയാക്കാനായി യേശുവിൻ്റെ കൂടെ ദാസിയായി, ദൈവവചനമാണ് യേശു ക്രിസ്തു. അപ്പോൾ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞതുപോലെ അതല്ലേ മാതാവിൻ്റെ വെളിപ്പെടുത്തൽ നമ്മൾ പലപ്പോഴും ചിന്തിച്ചാണ്. കാനായിലെ കല്യാണ വിരുന്നില് അവിടെ പ്രശ്നമുള്ളപ്പോൾ അല്ലേ മറിയം
അവരോട് പറഞ്ഞ ഒറ്റ കാര്യം, നിങ്ങൾ അവൻ ഡു വാട്ട് എവർ ഹി ടെൽസ് യു ടു ഡു. അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. ഞാൻ പറയുന്ന പോലെയല്ല, അവൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുക. അതുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. പരിശുദ്ധ കന്യാമറിയം എപ്പോഴും യേശുവിലേക്ക് നമ്മെ, തിരുസഭയെ, മനുഷ്യവർഗത്തെ നയിക്കാൻ നമ്മൾ അറിയണം. പരിശുദ്ധ അമ്മ മറിയം സ്വന്തമായിട്ടൊന്നിനും വേണ്ടി ചെയ്തില്ല. എന്നാൽ പരിശുദ്ധ മറിയം സാത്താനെ മനുഷ്യവർഗത്തിന് മുഴുവനും വേണ്ടിയും പരിശുദ്ധ അമ്മയല്ല ജയിച്ചത്. പലപ്പോഴും അറിയാതെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് പലരും. പരിശുദ്ധ കന്യാമറിയമാണ് സാത്താനെ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ വ്യക്തിപരമായി അമ്മ തൻ്റെ ജീവിതത്തിൽ പിശാചിന്റെ മേൽ ചവിട്ടി നിന്നു. ശരിയാണ്. എന്നിട്ടാണ് ഈശോ നമ്മളോട് പറയുന്നുണ്ട്, ഓരോരുത്തരോടും, അല്ലെ, ലൂക്ക 10:19, സാത്താന്റെ സകല തേളുകളുടെയും പാമ്പുകളുടെയും മീതെ കൂടി ചവിട്ടി നടക്കാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അത് ഓരോ മനുഷ്യവ്യക്തി, ഓരോ വിശ്വാസിക്കും യേശുക്രിസ്തുവിന്റെ ആത്മാവ്, ദൈവാത്മാവ് ഉള്ളിലുള്ള ഓരോ മനുഷ്യനും, ഓരോ വിശ്വാസിക്കും ദൈവം നൽകിയിരിക്കുന്ന സാത്താന്റെ തലയിൽ ചവിട്ടി നിൽക്കാൻ, അല്ലെ നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ ആക്രമിക്കുന്ന, നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന, പാപം ചെയ്യിക്കുന്ന, നമ്മളായിരിക്കുന്ന ചില ബന്ധനങ്ങളും ദുശീലങ്ങളും ഒക്കെ അടിമപ്പെട്ട് അതിൽ കിടക്കുമ്പോൾ നമ്മളോട് റോമർ 16 പൗലോസ് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ നല്ല കാര്യങ്ങൾ അറിവുള്ളവരും തിന്മയുടെ മാലിന്യം ഏശാത്തവരുമായിരിക്കണം, എങ്കിൽ ഉടൻ തന്നെ സമാധാനത്തിന്റെ ദൈവം പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. ഓരോ വിശ്വാസിക്കും കിട്ടിയിരിക്കുന്നത് കൃപയാണ്. ആ ഒരു ലെവലിലാണ് പരിശുദ്ധ കന്യാമറിയം. നമ്മൾ കാണുന്നുണ്ട് ഒരു സർപ്പത്തിന്റെ തലയിൽ ചവിട്ടി നിൽക്കുന്ന ചിത്രം. പാപത്തിന്റെ കണിക പോലും ഏൽക്കാതെ സാത്താന്റെ തലയിൽ ചവിട്ടി നിന്നതാണ്. ഒരു തരത്തിലും, ഞാൻ പറയും, സ്വപ്നത്തിലോ വിചാരത്തിലോ വാക്കിലോ പ്രവൃത്തിയിലോ ഒരു നിമിഷത്തേക്ക് പോലും മറിയം തിന്മയുടെ അധീനതയിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഉൽപ്പത്തിയിൽ 3:15 വചനമൊക്കെ എപ്പോഴും ചിന്തിക്കുന്നത്. പാപം ചെയ്ത ആദവും ഹവ്വായും പരസ്പരം പഴിചാരി നിൽക്കുമ്പോൾ ഹവ്വ പറഞ്ഞ് ഈ സർപ്പമാണ് എന്നെ വഞ്ചിച്ചെന്ന് പറഞ്ഞപ്പോൾ ഉൽപ്പത്തി 3:15 ദൈവമായ കർത്താവ് സർപ്പത്തോട്, സാത്താനോട് പറയുന്ന ഒരു കാര്യമാണ്, നിനക്കും സ്ത്രീക്കും തമ്മിൽ ഞാൻ ശത്രുതയുളവാക്കും, നിനക്കും സ്ത്രീക്കും തമ്മിൽ ഞാൻ ശത്രുതയുളവാക്കും. 33:15 അതുപോലെ തന്നെ വായിക്കാൻ അവിടെ എഴുതിയിരിക്കുന്ന പോലെ ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെ ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുതയുളവാക്കും. സാത്താന് സന്തതികളുണ്ടോ എന്ന് ചോദിച്ചേക്കാം. അതെ, ദുഷ്ടാത്മാക്കൾ ഉള്ളിൽ വസിക്കുന്ന യേശു പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിന്റെ സന്തതികളാണെന്ന് യഹൂദരോട് യേശു പറഞ്ഞു. കാരണം എന്താ? യേശുവിനെ തള്ളി പറയാൻ, യേശുവിനെ നിന്ദിക്കുവാൻ, യേശുവിന്റെ ദൈവികതയെ ചോദ്യം ചെയ്യുന്ന യഹൂദരോടാണ് യേശു പറഞ്ഞത്. എല്ലാവരും മൊത്തത്തിലല്ല പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിന്റെ മക്കളാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവമക്കളാകാൻ പറ്റും. അതേസമയം തന്നെ ഭൂമിയിൽ പിശാചിന്റെ മക്കളായി തീരാനും സാധ്യതയുണ്ട്. നമ്മൾ ദൈവമക്കള്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവമക്കള്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. ഇങ്ങനെ ഈ ഉൽപ്പത്തിയിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, അന്ന് സ്വർഗത്തിൽ നിന്നും ചില ജീവികളൊക്കെ ഇറങ്ങുവന്ന് സ്ത്രീകളുമായിട്ട് ഒന്നിച്ച് അവർക്ക് മക്കളുണ്ടായെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, അതങ്ങനെ സ്വർഗത്തിലുള്ളവരെല്ലാം ദൂതന്മാരല്ല, അവർ അരൂപികളല്ല, അവരെങ്ങനെ ഭൂമിയിലുള്ള സ്ത്രീകളുമായിട്ട് വേഴ്ച നടത്തി മക്കളുണ്ടാകുന്നൊക്കെ പറഞ്ഞപ്പോൾ ചോദ്യം ചോദിച്ചപ്പോൾ കർത്താവ് ഒരു ഉത്തരം തന്ന ഇതാണ്. അതായത് ഈ ദൈവപുത്രന്മാർ എന്നവിടെ പറഞ്ഞത്, ദൈവപുത്രന്മാർ മനുഷ്യപുത്രികളുമായി ഇണചേർന്നിട്ട് വലിയ മക്കളെ കൊണ്ടായി വലിയ ശക്തന്മാരായിരുന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഈ ദൈവപുത്രന്മാർ എന്ന് പറഞ്ഞത് ആരാണെന്നൊരു ചോദ്യം. അവിടെ നമ്മൾ ബൈബിളിൽ അവർ ഊഹാഭോഹങ്ങൾ വല്ലതും പറയാറുണ്ട്. പക്ഷെ കർത്താവിന്റെ പരിശുദ്ധാത്മാ നമ്മോട് പറയുന്നത് ആരാണ് ദൈവപുത്രന്മാർ? റോമർ 8:15 പറയുന്നല്ലോ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ദൈവാത്മാവ് അന്ന് നയിക്കുന്ന നല്ല മനുഷ്യരുണ്ടായിരുന്നു, നമുക്കറിയാം. അവര് വെറും ശരീരത്തിന്റെ സൗന്ദര്യത്തിന് വേണ്ടി മാത്രം ആകർഷിച്ചുകൊണ്ട് ഈ സ്ത്രീകളെ കല്യാണം കഴിച്ചിട്ട് അവരുടെ ദൈവികതയൊക്കെ നഷ്ടപ്പെട്ട ഒരു അനുഭവത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നതെന്നാണ്
ഞാനത് എൻ്റെ ഉള്ളിലത്തെ ഒരു ചിന്തയാണ്. നമ്മൾ ചിന്തിക്കുക, നമ്മൾ ധ്യാനിക്കുക അതേക്കുറിച്ച്. അപ്പോൾ ഇവിടെ ഈ 33 സാന്ദർഭികമാണ് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ഈ ചിന്ത, അവളുടെ സന്തതിയും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുതയുളവാക്കും, അവൻ നിന്റെ തല തകർക്കും. അവൻ എന്ന് പറഞ്ഞ യേശുവിനെ കുറിച്ചാണ്. സ്ത്രീയിൽ നിന്നും ജനിക്കാൻ പോകുന്നവൻ. നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ പരിശുദ്ധ അമ്മയും സകല വിശുദ്ധരും ദൈവമക്കളും ഒക്കെയും സാത്താന്റെ തലയെ തകർക്കാനായിട്ടുള്ള അധികാരം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് അവിടെയാണ് നമ്മൾ അല്ലേ നമ്മളുടെ ജീവിതത്തിലെ ദുശീലങ്ങളിൽ നിന്ന് മോചനം പ്രാപിച്ചു എന്നൊക്കെ പറയുമ്പോൾ, ഇത്ര വർഷങ്ങളായി ഉണ്ടായിരുന്ന ഒരു ദുശീലം എന്നെ വിട്ടുപോയി, അതിൽ നിന്ന് മോചനം പ്രാപിച്ചു എന്ന് പറയുമ്പോൾ എന്താ? ആ ദുശീലത്തിന്റെ പിന്നിൽ ദുരാത്മാവിന്റെ തലയിൽ ചവിട്ടി നിൽക്കാൻ, എന്നെ കൊണ്ട് പാപം ജയിച്ചെന്ന് എന്നെ ആ ദുശീലത്തിന്റെ ബന്ധനത്തിന് അടിമയാക്കിയിരുന്ന ആ ദുരാത്മാവിനെ യേശുവിന്റെ കാലത്ത് യേശു മുഴുവനും ദുരാത്മാക്കളെ പുറത്തു പോകുക എന്ന് പറഞ്ഞാണ് രോഗികളെ സുഖപ്പെടുത്തിയിരുന്നത്. ഏതെങ്കിലും ഒരു ബന്ധനത്തിലുള്ളവർ ദുരാത്മാവിനെ ബഹിഷ്കരിച്ചാണ് യേശു. യഥാർത്ഥത്തിൽ അതാണ് നമ്മളെ സ്വാധീനിക്കുന്ന ദുരാത്മാക്കൾ, നമ്മളെ കൊണ്ട് പാപം സാത്താന്റെ ദൂതന്മാരോ അല്ലെ. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ദുരാത്മാവിനെ ബഹിഷ്കരിക്കാൻ നമുക്ക് ഈ ലോകത്തിൽ പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദുരാത്മാവിനെ ജയിക്കാൻ പറ്റുള്ളൂ. ഇന്ന് നമ്മുടെ സഭയിലോ കുടുംബത്തിലോ സമൂഹത്തിലോ ഭിന്നതയും വിഭാഗീയതയും വിദ്വേഷവും വാശിയും വൈരാഗ്യവും ഒക്കെ അത് ഓരോ ദുരാത്മാക്കളാണ്. നമുക്ക് അതിനെ ജയിക്കണമെങ്കിൽ അതാണ് സക്രിയ പ്രവാചകൻ പറഞ്ഞ, കരബലത്താലല്ല സൈന്യബലത്താലുമല്ല എൻ്റെ ആത്മാവിനാലാണ് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവത്തിന്റെ ആത്മാവിലൂടെ മാത്രമേ നമുക്ക് തിന്മയെ ജയിക്കാൻ പറ്റുള്ളൂ. എന്ത് രീതിയിലുമാകട്ടെ അത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പോസ്തലർ 1:8 ഈശോ ശിഷ്യന്മാരോട് അപ്പോസ്തലന്മാരോട് പറഞ്ഞ സ്വർഗ്ഗാരോഹണം തൊട്ടു മുമ്പായിട്ട് ഒലിവുമലയിലേക്ക് അവരെ വിളിച്ചപ്പോൾ അവർക്ക് കൊടുത്ത ഉത്തരമാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നിങ്ങൾ ജെറുസലേമിലും ജൂദയായിലും സമരിയായിലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും എനിക്ക് സാക്ഷികളായിരിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ തിരുസഭ എവിടെയെങ്കിലും പരാജയപ്പെടുന്നതിന്റെ കാരണം നമ്മുടെ പരിശുദ്ധാത്മാവിനെ ഉപേക്ഷിച്ചിട്ട് നമ്മുടെ സ്വന്തം ബുദ്ധിക്കും ആലോചനയ്ക്കും പോയപ്പോൾ ദുഷ്ടാരൂപികളാണ് നമ്മളെ പലയിടത്തും എത്തിച്ചത്. അതുകൊണ്ടാണ് ഭിന്നതയും വിഭാഗീയതയും വിദ്വേഷവും ഒക്കെ സഭയിലോ കുടുംബത്തിലോ കുടുംബജീവിതത്തിലോ ഉണ്ടാകുന്നതിന്റെ കാരണം അതാണ്. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതമാക്കിയിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുതേ എന്നാണ്. സകല ദൂഷണവും അട്ടഹാസവും വിദ്വേഷവും എല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുക എന്നാണ് പറഞ്ഞത്. പരിശുദ്ധാത്മാവിന് വേദന ഉണ്ടാക്കുന്നതാണ്. അതിലെ പരിശുദ്ധാത്മാവിന് നമ്മുടെ കൂടെ ആയിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആരോടെങ്കിലും നമുക്ക് വിദ്വേഷമുണ്ടെങ്കിൽ വെറുപ്പുണ്ട്, നമ്മളറിയണം. ഇത് നമ്മൾ വായിക്കുന്ന വലിയൊരു കാര്യമാണ്. എനിക്ക് ഇന്നാരോട് വെറുപ്പുണ്ട്, അവരെ ഞാൻ കാണുന്നില്ല, അവരോട് ഞാൻ സംസാരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ തുറന്നു പറയും, നമ്മുടെ ഉള്ളിൽ ദുഷ്ട അരൂപികളാണ് ഇപ്പോൾ വസിക്കുന്നത്. ആരുമായിക്കൊള്ളട്ടെ, ഇത് ഞാൻ പറയും സഭയുടെ ഉന്നതങ്ങളിലുള്ളവരാണെങ്കിൽ പോലും ആരുമായിക്കൊള്ളട്ടെ, നമ്മുടെ ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ വാശിയോ വൈരാഗ്യമോ ഉണ്ടായി നമ്മൾ ആരെങ്കിലും അകറ്റി നിർത്തിയിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദുഷ്ടാരൂപികളാണ്. നമ്മളിപ്പോൾ മരിക്കുകയാണെങ്കിൽ പോകുന്ന നേരെ നരകത്തിലേക്കായിരിക്കും. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതാണ് പ്രഭാഷകൻ പറഞ്ഞില്ലേ, ജീവിതാന്തം ഓർത്തെങ്കിലും ശത്രുത അവസാനിപ്പിക്കുക. ഇപ്പൊ ഞാൻ മരിക്കുകയാണെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ വാശിയ വൈരാഗ്യത്തിന്റെ ദുരാത്മാവ് എന്നെ കൊണ്ടുപോകാൻ പോകുന്നത് സാത്താന്റെ അധീനതയിലേക്കായിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ചിന്തിച്ചല്ലേ, എഫേസ്യർ 4 രാത്രി കടക്കാൻ പോകുമ്പോൾ, ഉറങ്ങാൻ നമ്മൾ പോകുമ്പോൾ എപ്പോഴും എല്ലാവരുമായിട്ടും അനുരഞ്ജനപ്പെട്ടിട്ട് വേണം. സാത്താൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ കവർന്നെടുക്കും. പല രോഗങ്ങളും നമുക്കുണ്ടാകുന്നത് അപ്പോഴാണ്. രാത്രിയിൽ നമ്മൾ എന്തെങ്കിലും ആരോടെങ്കിലും ക്ഷമിക്കാതെ ഉറങ്ങാൻ പോയ നാളുകളിലാണ് നമുക്ക് പല രോഗങ്ങളും ഉണ്ടായത്. എഫേസ്യർ 4:26 കോപിച്ചുകൊള്ളുക, ദേഷ്യപ്പെടാനുള്ള അവകാശം ദൈവം തന്നിട്ടുണ്ട്. തെറ്റാണ് നിങ്ങൾ ചെയ്തതെന്ന് പറയാനുള്ളത്. പക്ഷെ ഒരാളെ വെറുപ്പും വിദ്വേഷവും വാശിയും വൈരാഗ്യമാകുമ്പോൾ അത് സാത്താന്റെ അധീനതയിലേക്ക് നമ്മളെ കൊണ്ടുപോകണം. പാപം എന്ന് പറയുന്നതിനും കോപിച്ചുകൊള്ളുക എന്നാൽ പാപം ചെയ്യരുതെന്ന് പറഞ്ഞു. എഫേസ്യർ 4:26 സൂര്യാസ്തമയം വരെ നിങ്ങളുടെ കോപം നീണ്ടുപോകാതിരിക്കട്ടെ, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. എന്തിനാ? അവൻ വരുന്നത് നമ്മളെ നശിപ്പിക്കുവാൻ, മോഷ്ടിക്കുവാനും നശിപ്പിക്കുവാനും കൊല്ലുവാനുമാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ. കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ ആരോടെങ്കിലുമൊക്കെ ക്ഷമിക്കാതെ ഉറങ്ങിയെങ്കിൽ
നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയാം. പക്ഷെ ഇനി അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ ചിന്തിക്കണം, വളരെ ഇതൊക്കെ ദൈവത്തിൻ്റെ വാക്കുകളാണ്, നമ്മൾ ചുമ്മാ നമ്മൾ ഉണ്ടാക്കുന്നതല്ല. അവിടെ ഈ സാത്താൻ്റെ തല തകർത്ത ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ അമ്മയാണ് പരിശുദ്ധ കന്യാമ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അമ്മയുടെ ജന്മദിനമൊക്കെ ഓർക്കുന്നത്. തീർച്ചയായിട്ടും അമ്മ ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ, ലൂർദിൽ മാതാവ് വെളിപ്പെടുത്തുകയാണ്, ഐ ആം ദി ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ. ജന്മഭാവമില്ലാതെ ഇതിലേക്ക് ഓർപ്പിച്ചത്. കാരണം എന്താ? ഈ ദൈവം മനുഷ്യനായ ഭൂമിയിൽ മറിയത്തിലൂടെ ജനിക്കണമെങ്കിൽ മറിയത്തിൽ ജന്മഭാവം ഉണ്ടാകാൻ പാടില്ല. ആ ജന്മഭാവം ഉണ്ടെങ്കിൽ മറിയത്തിൻ്റെ പുത്രനായ യേശുവിലും ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിക്കുകയാണ് ദൈവം. മനുഷ്യനായ ഭൂമിയിൽ ജനിക്കുമ്പോൾ മനുഷ്യനായ ദൈവത്തിലെ, ക്രിസ്തുവിലെ, യേശുവിലെ ജന്മഭാവമുള്ള സ്ത്രീയിൽ നിന്നാണ് ജനിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ യേശുവിലെ കുഞ്ഞിൻ്റെ ഉള്ളിലും ജന്മഭാവം ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്ന് സാത്താൻ്റെ തലയത്തെ ഒരു തരത്തിലും തിന്മയുടെ സ്വാധീനം ഉണ്ടായിരിക്കില്ല എന്ന് ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ. അതുകൊണ്ടാണ് മറിയത്തെ ഞാൻ ഇടയ്ക്ക് ഓർപ്പിച്ചൊരു വചനമുണ്ടല്ലോ, ജെറമിയ 31:22 വചനം. അവിടെ വലിയൊരു കാര്യം നമ്മൾ അറിയണത്. അവിടെ ഒരു പുതിയ നിയമം, ഒരു പുതിയ കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നു പ്രഖ്യാപിക്കുന്നതിന് മുമ്പായിട്ടാണ് പറഞ്ഞത്. എന്താ ഒരു പുതിയ? ഇനിയും കഴിഞ്ഞ കാലങ്ങളിൽ ഇസ്രായേൽ മക്കളെ നയിച്ചതുപോലെയല്ല. അന്ന് മരുഭൂമിയിലൂടെ അവരെ കൊണ്ടുപോയപ്പോൾ ഞാൻ അവരെ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ പ്രവർത്തിച്ച് കൊണ്ടുപോയി. പക്ഷെ എന്നാലും അവരെൻ്റെ കൽപ്പന ലംഘിച്ചു പലപ്പോഴും വിഗ്രഹങ്ങളെ കൊണ്ടാക്കി എന്നെ പ്രകോപിപ്പിച്ചു. എന്നാൽ അങ്ങനെയല്ല, ഇനിമേൽ എൻ്റെ ആത്മാവിനെ ഞാൻ അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും. അവരെൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവമായിരിക്കും. അവരുടെ ഹൃദയത്തിൽ എൻ്റെ നിയമം ഞാൻ എഴുതും എന്ന് ജെറമ്യ 31:31 പറയുമ്പോൾ അതിന് തൊട്ടു മുമ്പായിട്ടാണ്, അതായത് നമ്മുടെ ഉള്ളിൽ ദൈവത്തെ, ആത്മാവായി ദൈവം നമ്മുടെ ഉള്ളിൽ വരുന്നൊരു പ്രക്രിയ. അതിനുവേണ്ടിയാണ് പറഞ്ഞത്, ഭൂമിയിൽ ജെറമ്യ 31:22 ഞാൻ ഭൂമിയിൽ ഒരു പുതിയ സൃഷ്ടി നടത്തിയിരിക്കുന്നു. ഇതിന് പറയാണ്, സ്ത്രീ പുരുഷനെ പരിപാലിക്കുന്നു. അല്ലെ, ആദ്യത്തെ സൃഷ്ടിയായ ആദത്തിൽ നിന്നാണ് ആദ്യ സ്ത്രീയായ ഹൗവ ഉണ്ടായത്. ആ ഹൗവ സാത്താൻ അധീനതയിലേക്ക് പോയി. പാപം മനുഷ്യവർഗം മുഴുവനിലേക്കും പാപം പകരുന്ന ജന്മഭാവം, നമ്മുടെ ഒറിജിനൽ സിൻ. അങ്ങനെ വന്നപ്പോൾ അവിടെയാണ് ദൈവം ഒരു വിരാമം ഇട്ടുകൊണ്ട് നമ്മളെ പുതിയ സൃഷ്ടികളാക്കി മാറ്റുന്ന, അതായത് ഒരു സ്ത്രീയിൽ നിന്നും ദൈവ മനുഷ്യനായി ജനിക്കുകയാണ്. 33:15 വചനം നിറവേറുന്ന ആ പ്രവൃത്തിയാണ് ഒരു പുതിയ സൃഷ്ടി ദൈവം ഭൂമിയിൽ നടത്തിയിരിക്കുന്നു. അതായത് ഞാൻ പറയും, പാപമില്ലാത്തവളായി മറിയത്തെ ജനിപ്പിച്ചിട്ട് സ്ത്രീ പുരുഷനെ പരിപാലിക്കും എന്ന് പറയുമ്പോൾ ആദ്യം പുരുഷനാണ് സ്ത്രീക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതെങ്കിൽ ഇന്ന് ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് ഈ സ്ത്രീയാണ്. നമ്മളതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജന്മദിനം വളരെ വിലപ്പെട്ടതാണ് നമ്മൾ കരുതുന്നത്. ഭൂമിയിൽ ജനിച്ച ആ സംഭവം സ്ത്രീ പുരുഷനെ പരിപാലിക്കും. നമുക്കറിയാം, മറിയത്തിൻ്റെ വിശുദ്ധിയിലൂടെയാണ് യേശു ദൈവപുത്രൻ സാത്താൻ്റെ പരിപാലിക്കുന്ന പറഞ്ഞാൽ സാത്താൻ്റെ എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും യേശു മറയ്ക്കപ്പെട്ടു. അതിൽ മറിയം പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ്, മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മൾ മറിയത്തെ കത്തോലിക്ക സഭ, ചില സഭകളൊക്കെ അറിവില്ലായ്മ കൊണ്ടാണ്, മനഃപൂർവ്വം ഞാൻ പറയാം, അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെ മറിയത്തെ തള്ളിക്കളഞ്ഞു. ഒരു വിലയില്ല എന്നൊക്കെ പറയുന്നൊരവസ്ഥ. ദൈവമേ, എന്തെങ്കിലും സകല ജാതി ജനതകളും അല്ലേ, എന്താ മറിയം സ്തോത്രഗീതത്തിലെ മറിയം തന്നെ അല്ലേ, ലൂക്ക 1 ദൂതൻ വന്ന് മറിയം എലിസബത്തിന്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞല്ലേ, എലിസബത്ത് മറിയത്തെ കാണുമ്പോൾ പറഞ്ഞ വാക്കുണ്ടല്ലോ, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ, നോക്കി, എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ രക്ഷകന്റെ അമ്മ, എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? നമുക്ക് പറയാൻ പറ്റണം, എന്നെ രക്ഷിച്ച കാൽവരി കുരിശിൽ എനിക്ക് വേണ്ടി ജീവൻ തന്ന, എനിക്ക് സ്വർഗം നേടിത്തന്ന ആ രക്ഷകന്റെ അമ്മ എൻ്റെ അമ്മയായി തീരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ അമ്മ ഇന്ന് എൻ്റെ അമ്മ കൂടിയാണ്. എത്രയോ വലിയൊരു ഭാഗ്യമാണ്. ലൂക്ക 19 യോഹന്നാൻ 19 നമുക്കറിയാം, കുരിശിൽ മരിക്കുന്നതിന് മുമ്പായിട്ട് യേശു ചെയ്തത്, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ അമ്മ. സഭയ്ക്ക് യോഹന്നാൻ പേര് പറയാതെയാണ് താൻ ശിഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാനോട് പറയും, ഇതാ നിന്റെ അമ്മ. യോഹന്നാൻ അമ്മയോട് പറയും, ഇതാ നിന്റെ മകൻ. നമുക്ക് തിരുസഭയ്ക്ക് അവനിൽ വിശ്വസിക്കുന്നവർക്ക് എന്ത് സഹനം ഉണ്ടെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അവനോട് ചേർന്ന് നിൽക്കുന്നവർക്ക്
12 അപ്പസ്തോലന്മാരിൽ ബാക്കി ആരുമില്ലോട്, യോഹന്നാൻ മാത്രമേ ഉള്ളൂ കുരിശിൻ്റെ ചൂട്. അതുകൊണ്ട് പ്രധാനപ്പെട്ട സംഭവമാണ്. ജീവിതത്തിൽ സഹനങ്ങളുണ്ടാകും. അവിടെ നമ്മൾ സഹനത്തിലും പിടിച്ചു നിന്നുകൊണ്ട് കർത്താവിൻ്റെ ക്രൂശിനോട് ചേർന്നിക്കാൻ അവൻ്റെ നാമത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് നിൽക്കുന്നവർക്ക് എല്ലാം അമ്മയാണ്. കാരണം ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും ഓർപ്പിക്കാറുണ്ട്. അതായത് ഈ ഉൽപ്പത്തിയിൽ ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കി ദൈവം. കാരണം നമ്മൾ പലപ്പോഴും അതിലേക്ക് ഞാൻ വീണ്ടും പോകുന്നില്ല. കാരണം ഏദൻ തോട്ടം നിത്യതയാണ്, അമർത്യതയാണ്. മനുഷ്യൻ പാപത്തിൽ അവിടെയാണെങ്കിൽ ഏദൻ തോട്ടത്തിലെ മനുഷ്യനെ ഒരിക്കലും വീണ്ടെടുക്കാൻ പറ്റാതെ എന്നും പാപത്തിന് അധീനതയിലായിരിക്കും മനുഷ്യവർഗം മുഴുവനും. മക്കളുണ്ടാകാൻ ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മക്കൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പാപത്തിന് അധീനമായ ആ അവസ്ഥയിൽ ആദത്തിൻ്റെ സന്തതി പരമ്പരകൾ മുഴുവനും ഞാനും നിങ്ങളും ഒക്കെ ഏദൻ തോട്ടത്തിലാണ് ജനിച്ചിരുന്നെങ്കിൽ പിശാചിന്റെ മക്കളായിട്ട് ജീവിച്ചനെ നിത്യനാശത്തിലേക്ക്. അതുകൊണ്ടാണ് ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കി മരണമുള്ള അവസ്ഥയിലേക്ക്. ഈ ഭൂമിയിൽ എന്ന് പറയുമ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ, ഭൂമിയിൽ തന്നെയാണ് ഇന്നത്തെ അവസ്ഥയിൽ, അവിടെയാണ് ദൈവം മനുഷ്യനായി വന്നുകൊണ്ട് എന്ന് പറഞ്ഞ, അതായത് രണ്ടാം ആദമായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളെ മുഴുവനും അവന്റെ മേൽ ഏറ്റെടുത്തു. ജന്മപാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചു. അവന്റെ രക്തത്താൽ 1 യോഹന്നാൻ 1:7 നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധമായ രക്തം സകല അശുദ്ധിയിൽ നിന്നും സകല പാപങ്ങളിൽ നിന്നും നമ്മെ കഴുകി ശുദ്ധീകരിക്കുന്നു. അവന്റെ രക്തമാണ് നമ്മൾ മാമോദീസായിലൂടെ ശരിക്കും കൗതാശീയമായിട്ട് അവന്റെ രക്തത്താലാണ് നമ്മൾ കഴുകപ്പെടുന്നത്. മാമോദീസായിലൂടെ അവന്റെ വചനത്താലാണ് നമ്മൾ. ഇവിടെ ഈ പുറത്താക്കപ്പെട്ട ആ ജീവിതം തുടരുന്ന സമയത്ത് ആദം ചെയ്തൊരു കാര്യമുണ്ട്. ഉൽപ്പത്തി 3:20 ആദം ഭാര്യയെ ഹൗവ എന്ന് വിളിച്ചു. ആദം ഭാര്യയെ ഹൗവ എന്ന് വിളിച്ചു. കാരണം അവള് ജീവനുള്ളവരുടെ എല്ലാം മാതാവാണ്. ജീവനുണ്ട്, പക്ഷേ സാത്താന്റെ അധീനതയിലാണ്. അതുകൊണ്ടാണ് സാത്താന്റെ അധീനയിൽ നമ്മെ പുറത്തു കൊണ്ടുവന്ന യേശു ക്രിസ്തു കാൽവരിയിൽ ആ രക്ഷാകര ദൗത്യം പൂർത്തിയാക്കുന്നതോടൊപ്പം മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഈശോ തൻ്റെ അമ്മയാണ്. ഹൗവ അല്ല ഇനിയും നിങ്ങളുടെ അമ്മ. യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് രക്ഷപ്പെട്ട നിത്യജീവന് പ്രാപിക്കാൻ, സ്വന്തമാക്കാൻ അവകാശം യേശു ക്രിസ്തുവിലൂടെ രണ്ടാം ആദമായ യേശു പറയാണ്, ഹൗവ അല്ല, ഇതാ നിങ്ങളുടെ അമ്മ, ഇവളാണ് നിങ്ങളുടെ അമ്മ, എൻ്റെ അമ്മയാണ് ഇനി നിങ്ങളുടെ അമ്മ. ഈ ഒരു അറിവ് നമുക്കുണ്ട്. ഹൗവ അല്ല ഇപ്പോൾ നമ്മുടെ അമ്മ. പണ്ടങ്ങനെ ആയിരുന്നു, നമ്മൾ പാപത്തിന് അധീനതയിലായിരുന്നപ്പോൾ. ഇന്ന് നമ്മൾ ദൈവമക്കളായി യേശു ക്രിസ്തുവിലൂടെ അവൻ്റെ കൃപ നമ്മളിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ഇന്ന് നമ്മുടെ അമ്മ പരിശുദ്ധ കന്യകാമറിയമാണ്, ഹൗവ അല്ല. പരിശുദ്ധ പരമാ ദൈവകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.